ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഹൗ മെനി സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ആർ പ്രസൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾസ്? അതായത് CH ട്രിപ്പിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH3. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോൾ ഈ കാർബൺ ഇടയിലുള്ള ബോണ്ട് ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ കാർബണിന് ഇതൊരു SP ഹൈബ്രിഡൈസേഷൻ സിഗ്മ ബോണ്ടോ പൈ ബോണ്ടോ വേണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാവും, 2 പൈ ബോണ്ടും. ഇനി അപ്പോൾ അവിടെ വന്ന് ഇനി ഇവിടെ ഈ കാർബണും തമ്മിൽ ഇവിടെ ബോണ്ട് വരച്ച് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ ഒരു ബോണ്ട് ഉണ്ട്. ഈ കാർബണും ഇടയിലൊരു ബോണ്ട് ഉണ്ട്. അപ്പോൾ ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് ആവുമ്പോൾ അത് വരച്ച് കാണിക്കണമെന്നില്ല. അപ്പോഴിത് ഇവിടെ സിംഗിൾ ബോണ്ട് വരും, അതായത് സിഗ്മ ബോണ്ട് വരും. ഇനി ഈ കാർബണിനും ഇടയിൽ ഡബിൾ ബോണ്ട്, അവിടെ ഒരു അപ്പോൾ സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും വരും. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ബോണ്ട് വരുമ്പോൾ ഒന്ന് സിഗ്മ ബോണ്ടും മറ്റേത് പൈ ബോണ്ടും ആയിരിക്കും, ബാക്കിയുള്ളത് പൈ ബോണ്ടും ആയിരിക്കും. അതാണ് ഇവിടെ ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും വന്നു. ഇവിടെ ഇപ്പം ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും. പിന്നെയുള്ളത് ഈ CH3 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാർബണും ഇടയിൽ ഒരു ബോണ്ട് ഉണ്ടാവും, CH3. അപ്പോൾ അവിടെ ഒരു ബോണ്ട് വരും, സിഗ്മ ബോണ്ട് വരും. ഓക്കെ, അപ്പോൾ കാർബണിൻ്റെ സിഗ്മ ബോണ്ടൊക്കെ ഞാൻ പറഞ്ഞു. ഇനി സിഗ്മ ബോണ്ട് വരുന്നത് ഹൈഡ്രജനായിട്ടും സിഗ്മ ബോണ്ട് ഉണ്ടാവും. സിംഗിൾ ബോണ്ട് കാർബണും ഹൈഡ്രജനും തമ്മിൽ സിംഗിൾ ബോണ്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ഈ കാർബണും ഹൈഡ്രജനും ഇടയിലൊരു സിഗ്മ ബോണ്ട് വരും. ഈ കാർബണും ഈ ഹൈഡ്രജനും ഇടയിലൊരു സിഗ്മ ബോണ്ട് വരും. ഈ കാർബണും ഈ ഹൈഡ്രജനും ഇടയിലൊരു സിഗ്മ ബോണ്ട് വരും. ഈ കാർബൺ 3 ഹൈഡ്രജൻ ഉണ്ട്, 3 ഹൈഡ്രജനുമായിട്ട് സിഗ്മ ബോണ്ട് വരും അല്ലേ. അപ്പോൾ ഇത്രയും സിഗ്മ ബോണ്ടാണ് അവിടെ വരിക. അതായത് കാർബൺ സിഗ്മ ബോണ്ട് 4 കണ്ടു. 4 ഇതൊക്കെ നോക്കാം നമുക്ക്. ഇവിടെ വന്നു 1, ഇതിനിടയ്ക്കൊന്ന് 2, ഇത് 3, ഈ കാർബണിനും ഇടയിൽ അങ്ങനെ 4 സിഗ്മ ബോണ്ട് വന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഈ കാർബണിനും ഇടയിൽ സിഗ്മ ബോണ്ട് 1, ഈ കാർബണിനും ഇടയിൽ 2, ഈ കാർബണിനും ഇടയിലായിട്ട് 3, ഈ കാർബണിനും ഇടയിലായിട്ട് 4, അങ്ങനെ 4 സിഗ്മ ബോണ്ട് വന്നു. ഇനി ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് നോക്കാം. ഇവിടെ 1, 2, 3 ഇവിടെ വരുന്നുണ്ട് 3 അല്ലേ. 3 ഹൈഡ്രജൻ ഉണ്ടല്ലോ, അപ്പോൾ 3 സിംഗിൾ ബോണ്ട് അവിടെ വരിക. അങ്ങനെ 6 ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് വരും. ഇനി കാർബൺ പൈ ബോണ്ടിൻ്റെ എണ്ണം 1 ഇവിടെയും 1, 2, അതായത് കാർബൺ ഇതിപ്പോൾ ഇവിടെ 2, ഇവിടെ 1, അങ്ങനെ 3 വരും. അതായത് പൈ ബോണ്ട് മൊത്തം എടുത്താൽ മതി. പൈ ബോണ്ട് കാർബൺ ഡബിൾ ബോണ്ടിൽ 1, കാർബൺ ട്രിപ്പിൾ ബോണ്ടിൽ 2, അങ്ങനെ പൈ ബോണ്ടിൻ്റെ എണ്ണം 3 വരും. ഓക്കെ, ഈ വിധത്തിൽ ക്വസ്റ്റ്യൻ വരുന്നതാണ് പൈ ബോണ്ട് സിഗ്മ ബോണ്ട്. അറിയാലോ. നെക്സ്റ്റ് ഇതിൻ്റെ കേസിൽ എത്രയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ സിഗ്മ ബോണ്ട് നോക്കാം. കാർബൺ സിഗ്മ ബോണ്ടും ഹൈഡ്രജൻ സിഗ്മ ബോണ്ടും. ഇവിടെ ഈ കാർബണും ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സിഗ്മ ബോണ്ട് വന്നു. ഈ കാർബണിനും ഇടയിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ അവിടെ ഒരു സിഗ്മ ബോണ്ട് വന്നു. ഈ കാർബണിനും ഇടയിൽ സിംഗിൾ ബോണ്ടാണെങ്കിൽ വരക്കേണ്ട ആവശ്യമില്ല. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് വരുമ്പോഴേ വരക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ കാർബണിനും ഇടയിലൊരു സിംഗിൾ ബോണ്ട്, അത് സിഗ്മ ബോണ്ട്. അപ്പോൾ നമുക്ക് 1, 2, 3 സിഗ്മ ബോണ്ട് കിട്ടി. കാർബൺ സിഗ്മ ബോണ്ട് 3. ഇനി ഹൈഡ്രജൻ സിഗ്മ ബോണ്ട്. ഈ കാർബൺ 2 ഹൈഡ്രജനായിട്ട് ബോണ്ട് ഉണ്ട്. ഒരു ഹൈഡ്രജൻ 2 ഹൈഡ്രജനായിട്ട് സിംഗിൾ ബോണ്ട് ഉണ്ടല്ലോ, ഇവിടെ CH2 അല്ലേ. അപ്പോൾ ഇവിടെ 2 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടായി. പിന്നെ ഇവിടെ കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് 1 കിട്ടി. ഇവിടെ കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് 3 വന്നു. ഓരോ ഹൈഡ്രജനായിട്ട് ഓരോ സിംഗിൾ ബോണ്ട് ഉണ്ടാവും. അപ്പോൾ 3. അപ്പോൾ മൊത്തം എത്രയായി? ഇവിടുത്തെ 2, 3, 6. അപ്പോൾ കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് 6 വരുന്നത്. ഇനി പൈ ബോണ്ട് നോക്കാം. പൈ ബോണ്ട് ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്, 1, 2 പൈ ബോണ്ട്. അപ്പോൾ പൈ ബോണ്ട് വരുന്നത് 2. ഓക്കെ, അപ്പോൾ ഈ വിധത്തിൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അടുത്ത പ്രോബ്ലം നോക്കാം. What is type of hybridization of each carbon
in the following compounds. അപ്പോൾ ഇവിടെ CH3Cl ഇതിലിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക. കാർബൺ കാണിക്കുന്ന ബോണ്ട് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ sp3 ഹൈബ്രിഡൈസേഷൻ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ sp2 ഹൈബ്രിഡൈസേഷൻ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ sp ഹൈബ്രിഡൈസേഷൻ. ഇവിടുത്തെ കേസിൽ ഒന്ന് ഇത് നോക്കാം. അതിൽ ഈ CH3Cl കാർബണിൻ്റെ ബോണ്ടെല്ലാം കാർബൺ 4 വാലൻസിലേ ഉണ്ടാവും. അപ്പോൾ 3 ഹൈഡ്രജനായിട്ടും 1 ക്ലോറിനായിട്ട്. അപ്പോൾ അറിയാലോ 4 ബോണ്ടാണ് കാർബൺ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇവിടുത്തെ കാർബണിൻ്റെ 4 ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. അതുകൊണ്ടാണ് 3 ഹൈഡ്രജനും 1 ക്ലോറിനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ബോണ്ട്. അപ്പോൾ അത് ഇവിടെ ഉള്ളത് കാർബൺ sp3 ഹൈബ്രിഡൈസേഷനിലാണ്. ഇനി ഇവിടെ നോക്കുക CH3 ടോയ്സ് CO. അപ്പോൾ ഇവിടെ കാണാം കാർബണിന് ചുറ്റും 3 ആറ്റംസിനെ കാണും. ഒന്ന് ഓക്സിജനും പിന്നെ രണ്ട് CH3 ഗ്രൂപ്പും. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3 ബോണ്ടാണ് ഇവിടെ ശരിക്കും കാണുന്നത് അല്ലേ. ഇപ്പോൾ 3 ബോണ്ട് എന്ന് പറയുമ്പോഴും 3 സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോഴും കാർബൺ ഞാൻ പറഞ്ഞു 4 ബോണ്ട് സാറ്റിസ്ഫൈ ചെയ്യണം, 4 ബോണ്ട് വേണം അല്ലേ. കാർബണിൻ്റെ വാലൻസി 4ആണ്. അപ്പോൾ ഈ ഓക്സിജനായിട്ട് ഡബിൾ ബോണ്ടിലാണ് കാർബൺ ഉണ്ടാവുക. കാർബൺ ഡബിൾ ബോണ്ട് O, പിന്നെ CH3 അങ്ങനെ CH3 ഗ്രൂപ്പ് ഓരോന്നും സിംഗിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. അതാണ് 2 ടൈംസ്. പിന്നെ C ഡബിൾ ബോണ്ട് O വിധത്തിലാണ് ഇതിൻ്റെ ബോണ്ടിങ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ കാർബൺ കാണിക്കുന്ന ഈ കാർബണിൻ്റെ കേസിൽ അത് sp3 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷനാണ് ഈ കാർബൺ ഉണ്ടാവുക. ഓക്കെ. അതേസമയം ഈ കാർബൺ sp2 ഹൈബ്രിഡൈസേഷനിലാണ്. ഈ കാർബണിന് 4 ബോണ്ട് ഒന്ന് 3 ഹൈഡ്രജനായിട്ടും 1 ഈ കാർബണായിട്ടാണ് ബോണ്ട് വരുന്നത്. അപ്പം അതെല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഈ കാർബൺ sp3 ഹൈബ്രിഡൈസേഷനിൽ ഈ കാർബൺ ഈ ഓക്സിജനായിട്ട് ഡബിൾ ബോണ്ട് കാണിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ കാർബൺ sp2 ഹൈബ്രിഡൈസേഷനിൽ. ഓക്കെ. ഇനി ഇതിനെ നോക്കുക CH3CN. അപ്പോൾ ഈ കാർബണിൻ്റെ കേസിൽ അതിന് 4 ബോണ്ട് സിംഗിൾ ബോണ്ട് തന്നെ, അതായത് 3 ഹൈഡ്രജനായിട്ടും 1 കാർബണായിട്ടാണ് ഈ കാർബണിൻ്റെ ബോണ്ട് വരിക. 3 ഹൈഡ്രജനായിട്ട് 3 H3 ഇല്ലേ. അപ്പോൾ ഓരോ ഹൈഡ്രജനായിട്ട് ഓരോ സിംഗിൾ ബോണ്ട് വന്നു, പിന്നെ ഒരു സിംഗിൾ ബോണ്ട് ഈ കാർബണായിട്ട് വന്നു. അപ്പോൾ ഈ കാർബൺ 4 സിംഗിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അതേസമയം ഈ കാർബൺ നോക്കാം. ഈ കാർബണിൻ്റെ കേസിൽ ഈ കാർബൺ ഈ CH3 ഗ്രൂപ്പായിട്ട് ഒരു ബോണ്ട് അല്ലെ, ഈ കാർബൺ ഈ CH3 ഗ്രൂപ്പായിട്ട് ഒരു ബോണ്ട്, ഒരു സിംഗിൾ ബോണ്ട്, അതായത് സിംഗിൾ ബോണ്ട് CH3. പിന്നെ ഈ കാർബണിന് 3 ബോണ്ട് ബാക്കിയുണ്ട്. ആ 3 ബോണ്ടും ഈ നൈട്രജനായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ CH3C ട്രിപ്പിൾ ബോണ്ട് N എന്നാണ്. അങ്ങനെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി, CH3C ട്രിപ്പിൾ ബോണ്ട് N. ഓക്കെ. അപ്പോൾ ഈ കാർബണിൻ്റെ ബോണ്ടെല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3. ഈ കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് എന്നതുകൊണ്ട് ഇത് കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ sp3sp എന്ന് വരുന്നത്. ഓക്കെ. ഇനി ഇതിനെ നോക്കുക. ഇതിൻ്റെ കേസിൽ ഈ കാർബണിൻ്റെ ബോണ്ട് നോക്കുക. ഈ കാർബണിൻ്റെ ബോണ്ട് ഒന്ന് ഹൈഡ്രജനായിട്ടൊരു ബോണ്ട്, ഒന്ന് ഈ NH2 ഗ്രൂപ്പായിട്ടൊരു ബോണ്ട്, പിന്നെ ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പോഴും ഒരു ഓക്സിജനായിട്ട് ഡബിൾ ബോണ്ട്. അപ്പോൾ CH ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് NH2 എന്ന് വിസ്തരിച്ച് എഴുതി വെക്കുക. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. കാർബൺ എഴുതിയിട്ട് കാർബൺ സെൻറ്ററിൽ എഴുതിയിട്ട് സിംഗിൾ ബോണ്ട് H, സിംഗിൾ ബോണ്ട് NH2, പിന്നെ ഇവിടെ ഡബിൾ ബോണ്ട് O എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കാർബൺ 4 ബോണ്ട് സാറ്റിസ്ഫൈ ചെയ്തല്ലോ. അപ്പോൾ ഈ കാർബൺ ബോണ്ട് ഒന്ന് ഡബിൾ ബോണ്ട് വന്നു. അപ്പോൾ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ Dയിൽ sp2 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ. ഇനി ഇതിൽ നോക്കാം. ഇതിൻ്റെ കേസിൽ ഈ CH3 അല്ലേ, CH3 ഈ കാർബൺ 3 ഹൈഡ്രജനായിട്ടും ഒരു കാർബണായിട്ടാണ് ബോണ്ട്. അങ്ങനെയാണ് 4 ബോണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഈ ഫസ്റ്റ് കാർബണിൻ്റെ കേസിൽ 3 ഹൈഡ്രജനായിട്ട് സിംഗിൾ ബോണ്ട് അല്ലേ, CH അങ്ങനെ 3 ബോണ്ട് ഹൈഡ്രജനായിട്ട് വന്നു, 3 സിംഗിൾ ബോണ്ട്. 4ാമത്തെ സിംഗിൾ ബോണ്ട് ഈ കാർബണായിട്ട്. ഓക്കെ. ഈ കാർബണിൻ്റെ കേസിൽ എങ്ങനെയൊക്കെ വരുന്നത്? ഈ കാർബണിൻ്റെ കേസിൽ ഈ കാർബൺ ഈ CH3 ഗ്രൂപ്പായിട്ടൊരു സിംഗിൾ ബോണ്ട്, ഈ ഹൈഡ്രജനായിട്ടൊരു സിംഗിൾ ബോണ്ട്, പിന്നെ ഈ കാർബണായിട്ട് ഡബിൾ ബോണ്ട്, അങ്ങനെയുള്ളത്. അത് മാറ്റി വേണമെങ്കിൽ എഴുതി വെച്ച് നോക്കാം. ഓക്കെ. ഇനി ഈ കാർബണിൻ്റെ കേസിലോ, ഈ കാർബണിൻ്റെ കേസിൽ ഈ കാർബണായിട്ട് ഡബിൾ ബോണ്ട്, ഈ കാർബണായിട്ട് ഡബിൾ ബോണ്ട്, പിന്നെ ബോണ്ട് വരുന്നത് ഈ H ആയിട്ടൊരു സിംഗിൾ ബോണ്ട്, പിന്നെ CN ആയിട്ടൊരു സിംഗിൾ ബോണ്ട്. അങ്ങനെയാണ് ഈ കാർബണിൻ്റെ കേസ് വരുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് മാറ്റി എഴുതിയാൽ മതി. അതായത്
സി ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, സിംഗിൾ ബോണ്ട് എച്ച്, സിംഗിൾ ബോണ്ട് CN. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈബ്രിഡൈസേഷൻ നോക്കാം. ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3, ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2, ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷനും sp2. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇതിന് രണ്ടിനിടയിലല്ലേ വരുന്നത്. അപ്പോൾ ഇതും sp2 ഹൈബ്രിഡൈസേഷനിലാണ്, ഇതും sp2 ഹൈബ്രിഡൈസേഷനാണ്. ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp. എന്തുകൊണ്ടാണ് sp വന്നതെന്ന് മനസ്സിലായോ? അതായത് ഇവിടെ C ട്രിപ്പിൾ ബോണ്ട് N വരുന്നുണ്ട്. ഈ കാർബണിൻ്റെ കേസിൽ C ട്രിപ്പിൾ ബോണ്ട് N. പിന്നെ ഈ കാർബൺ ബോണ്ട് ഇതുമായിട്ടാണ്, ഈ ഹൈഡ്രജൻ ഈ കാർബണായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ ഹൈബ്രിഡൈസേഷൻ വരിക. അതായത് sp3, ഇതിൻ്റെത് sp3 അല്ലേ, ഈ കാർബണിൽ sp3, അടുത്ത കാർബണിൻ്റെ ഡബിൾ ബോണ്ട് വരുന്നതുകൊണ്ട് sp2, ഈ കാർബണിനും ഡബിൾ ബോണ്ട് വരുന്നതുകൊണ്ട് sp2, ഈ കാർബണിൽ C ട്രിപ്പിൾ ബോണ്ട് N വരുന്നുണ്ട് sp. അപ്പോൾ ഇങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ വരുന്നത്. ഓക്കെ.